ലഹരിക്കെതിരെ 1000 ഗോൾ പരിപാടി സംഘടിപ്പിച്ചു. രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. കായംകുളം കണ്ടല്ലൂർ മാടമ്പിൽ ഗവൺമെന്റ് UP സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കണ്ടല്ലൂർ മാടമ്പിൽ ഗവൺമെന്റ് UP സ്കൂളിലാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഹരിക്കെതിരെ 1000 ഗോൾ പരിപാടി സംഘടിപ്പിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസും നടത്തി. കുറത്തിക്കാട് പോലീസ് ഇൻസ്പെക്ടർ ABMS ക്ലാസിന് നേതൃത്വം നൽകി. PTA, SMC അംഗങ്ങളെ, ചെയർമാൻ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മളുടെ ഗവൺമെന്റിന്റെ കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന 1 മില്യൺ ഗോൾസ് ടു ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. കേരളത്തിൽ ലഹരിക്കെതിരെ ആഞ്ഞടിക്കുന്ന കഴിഞ്ഞ ഒരു മാസക്കാലമായി 10 കോടിയിൽ പരം രൂപയുടെ ലഹരി മരുന്നുകൾ, ലഹരിയുടെ വ്യക്താക്കൾ, അതായത് മരണത്തിന്റെ വ്യാപാരികളെ പോലീസ് പിടികൂടുകയുണ്ടായി. 2007 ശേഷിയുള്ള മിടുക്കനായിട്ടുള്ള കളിക്കാരനാണ് കിലിയൻ എംബാപ്പെ. നാളെ നിങ്ങൾ അങ്ങനെ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോയോ ലിയോണൽ മെസ്സിയോ കിലിയൻ എംബാപ്പയോ ഭാരതത്തിന്റെ IM വിജയനോ ആകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്ത് വേണം? ഫുട്ബോൾ എന്ന് പറയുന്ന ലഹരി വേണം. മറിച്ച് നമ്മളുടെ ചിന്തകളെ ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ തലച്ചോറിനെ മലിനമാക്കുന്ന ഒരു ലഹരിയും നമ്മൾക്ക് വേണ്ട. നമ്മളിലേക്ക് ലഹരി വന്നാൽ ഓർക്കുക, ഈ ലഹരിക്ക് ഇങ്ങനെ നമ്മളെ തകർക്കാൻ കഴിയുന്നു എങ്കിൽ നമ്മളുടെ ചിന്തകൾ എങ്ങനെ, എവിടെ വെച്ച് ഈ ചിന്തകൾ നമ്മളെ കീഴ്പ്പെടുത്തും നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഈ തൊട്ടടുത്ത സമയത്ത് തൊട്ടടുത്ത ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ഒരു പ്രദേശത്ത് 2 ചാക്കോളം ഈ ഹൻസിന്റെയും കൂളിന്റെയും ഉള്ള കച്ചവടം ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളിയെ പിടികൂടി. അയാൾ ഇപ്പോൾ ജയിലിലാണ്. അയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രദേശത്തുള്ള സ്കൂളുകളിലെ കുട്ടികളെയാണ് ലക്ഷ്യം വെച്ചത്. അയാളെ ചോദിച്ചപ്പോൾ പറയുന്നത് കുട്ടികളെയാണ് ലക്ഷ്യം വെക്കുന്നത്. കുട്ടികളെ ലക്ഷ്യം വെക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ പേരൻസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, നമ്മൾ രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നു, വൈകുന്നേരം വരെ സ്കൂളിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു, തിരിച്ച് വീട്ടിലേക്ക് വിടുന്നു. പക്ഷേ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി അത് നമ്മുടെ പേരൻസ്, രക്ഷകർത്താക്കൾ പോകേണ്ട സാഹചര്യമാണ്. കനകക്കുന്ന് SI സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. SMC ചെയർമാൻ G സോളമൻ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞുമോൻ P, രജിത് R കൃഷ്ണൻ, ഇന്ദുലേഖ, ശ്രീജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.